കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളിലെയും ആഭ്യന്തര ക്രമീകരണങ്ങളിലെയും ഗുരുതരമായ വീഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ബലാത്സംഗ കേസ് പ്രതി ഗോവിന്ദചാമിയുടെ മൊഴി എന്നത്. അടുത്തിടെ ജയിൽ ചാടി ഇയാളെ പിടികൂടിയതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഞ്ചാവും മദ്യവും സുലഭമാണെന്നും ഫോൺ വിളിക്കാൻ പോലും സൗകര്യങ്ങളുണ്ടെന്നും ഇയാൾ മൊഴി നൽകുകയുണ്ടായി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ അടക്കം പാർപ്പിച്ചിട്ടുള്ള അതിസുരക്ഷാ ജയിലിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. ഈ മൊഴി ജയിൽ അധികൃതരുടെ കൊടുകാര്യസ്ഥതയാണ് തെളിവാക്കുന്നത്. ജയിൽ ചാടാനുള്ള തന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചും ഗോവിന്ദചാമി പോലീസിനോട് വിശദമായി തന്നെ പറഞ്ഞു. ഏകദേശം 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഈ സാഹസം നടത്തിയത്. ജയിലിന്റെ കമ്പി മുറിച്ചു തുടങ്ങിയത് 8 മാസം മുൻപാണെന്നും ഒരിക്കലും പുറത്തിറങ്ങില്ലെന്ന് കരുതിയതിനാലാണ് ജയിൽ ചാടിയതെന്നും ഇയാൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു. ഹാക്സോ ബ്ലേഡ് ഒരു സഹതടവുകാരനിൽ നിന്നാണ് ലഭിച്ചത്. ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ച് വടമുണ്ടാക്കിയാണ് രക്ഷപ്പെട്ടത്. ഫെൻസിംഗിന്റെ തൂണിൽ കുരുക്കിട്ട് തുണി വടത്തിലൂടെ മുകളിലേക്ക് കയറുകയും അതേ വടം ഉപയോഗിച്ച് തിരിച്ചിറങ്ങുകയുമായിരുന്നു. മതിലിന് മുകളിലേക്ക് കയറാൻ പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചതായും ഗോവിന്ദചാമി വെളിപ്പെടുത്തി. ജയിൽ ചാടാനുള്ള വിവരം മറ്റ് 5 തടവുകാർക്ക് കൂടി അറിയാമായിരുന്നെന്നും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നെന്നും ചാമി തുറന്നു പറഞ്ഞു. ജയിൽ ചാടിയാൽ ശിക്ഷ വെറും 6 മാസം മാത്രമാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തുവെന്നും ഇയാൾ മൊഴി നൽകുകയുണ്ടായി. എന്നാൽ താൻ ജയിൽ ചാടുന്ന ദിവസം ഇവർക്ക് അറിയില്ലായിരുന്നെന്നും ഗോവിന്ദചാമി വിശദീകരിച്ചു. അതിസുരക്ഷാ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് ജയിൽ അധികൃതരുടെ ഗുരുതരമായ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുലർച്ചെ 1:30-യോടെയാണ് ഇയാൾ ജയിൽ ചാടിയതെങ്കിലും ജയിൽ അധികൃതർ വിവരം അറിയുന്നത് പുലർച്ചെ 5 മണിയോടെ മതിലിൽ തൂങ്ങിക്കിടക്കുന്ന വടം കാണുമ്പോഴാണ്. തുടർന്ന് ഓരോ സെല്ലുകളും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടതായി തിരിച്ചറിയുന്നത്.